ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ദിവസമൊക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടിയായിരിക്കും അല്ലേ. ചിലപ്പോൾ സങ്കടം വരിക, ഒരു മടുപ്പ് തോന്നുക, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു മൂഡ് ഉണ്ടാവത്തില്ല, ഒരു കാര്യം ചെയ്യാൻ ഒരു മൂഡ് ഉണ്ടാവില്ല, മനസ്സൊക്കെ ആകെ ബ്ലാങ്ക് ആയിട്ട് പോകും. അങ്ങനെയുള്ള ഒരു ദിവസം നമുക്ക് എങ്ങനെ പോസിറ്റീവ് ആക്കി എടുക്കാം എന്നുള്ളതാട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ എങ്ങനെയാണ് എൻ്റെ ആ മൂഡ് സ്വിങ്സ്, അതായത് ആ മൂഡൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പ്ലസ് ആക്കി ഒന്ന് പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ചില സമയത്ത് നമ്മൾ എല്ലാ ജോലിയൊക്കെ ചെയ്ത് ആകെ ടയേർഡാകും. ചിലപ്പോൾ തോന്നും ഇനി എനിക്ക് വയ്യ, ചിലപ്പോൾ നമുക്ക് സങ്കടവും കരച്ചിലൊക്കെ വരും അല്ലേ. പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ മൂഡൊന്നും ഉണ്ടാവത്തില്ല. എല്ലാവരുടെ കാര്യങ്ങളും നമ്മൾ തന്നെ നോക്കണം, എന്നാലും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും കേട്ടോ. അപ്പോൾ അതിനൊക്കെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം തീരുമാനിക്കണം. അതായത് ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് മടിയാണ്, എനിക്ക് മൂഡ് ഓഫ് ആണ്, എനിക്ക് പണിയൊന്നും എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ ഞാൻ പണിയൊക്കെ സാവധാനം എടുക്കുന്നുള്ളൂ എന്നൊക്കെ കണ്ട് നമ്മൾ തന്നെ ഒന്ന് തീരുമാനിക്കുക. എന്തിനാണ് ധൃതി പിടിച്ച് പണിയൊക്കെ എടുത്തിട്ട് നമ്മൾ നമ്മുടെ മാനസിക സന്തോഷം കൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ നമുക്കായിട്ടൊരു സമയം കണ്ടെത്തുക. ഒരു മീ ടൈം എന്ന് പറയുന്നത് പോലെ നമുക്കായിട്ട് നമ്മളൊരു സമയം കണ്ടെത്താം. ആ സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ബുക്ക് വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നേരം മാറിയിരുന്ന് ബുക്ക് വായിക്കാം. അല്ലെങ്കിൽ ഒരു ചൂട് ചായയോ അല്ലെങ്കിൽ കോഫിയോ ഒക്കെ ഇട്ട് വെറുതെ പുറത്തെ കാഴ്ചകളും കണ്ടിട്ട്, അല്ലെങ്കിൽ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴയും കണ്ട് അങ്ങനെ കുറച്ച് നേരം അതും നോക്കിയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് മാത്രമായിട്ട് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കി സ്വന്തമായിട്ട്, വേറൊരാൾക്കും വേണ്ട, നമ്മൾക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ഇടയ്ക്ക് നമുക്ക് അങ്ങനെയാവാം, പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലാം ഹസ്ബൻഡിന്, മക്കൾക്ക് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ശരിക്കും നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. ഓക്കെ, ആ സമയത്ത് നമ്മൾ മൊബൈൽ ഒന്ന് മാറ്റി വെച്ചേക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഒരു റിലാക്സേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം നമ്മളെ തന്നെ സ്വയം അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതായത് നീ ഇന്ന് ഈ ദിവസം ഇത് തന്നെ ചെയ്യണം, അത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട്, ഇന്ന് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനാണോ തോന്നുന്നത്, ക്ഷീണമാണോ, എന്നാൽ റെസ്റ്റ് എടുക്കുക. ഒരുപാട് ജോലി ചെയ്യാനുണ്ടെങ്കിൽ അതിൽ 1-2 ജോലി ചെയ്തിട്ട് ബാക്കി അത്യാവശ്യമില്ലാത്തത് പിന്നത്തേക്ക് മാറ്റി വെക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. കാരണം എല്ലാ ദിവസവും ഇതേ ജോലി തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാറ്റം കൊണ്ടുവരാൻ, നമുക്കൊരു റിലാക്സേഷൻ, മൈൻഡ് ഒന്ന് സെറ്റ് ആവാനും ഒക്കെ ആയിട്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടുകൊണ്ട് കുറച്ച് നേരം ഇരിക്കാം. അതെല്ലാം ഉറങ്ങണം എന്നാണ് തോന്നുന്നതെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം. അങ്ങനെ എന്താണോ നമുക്ക് നമ്മുടെ മൈൻഡിന് ഓക്കെ ആവുന്നത്, നമ്മുടെ മനസ്സ് ഓക്കെ ആക്കുന്നത്, ആ ഒരു കാര്യം നമ്മൾ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ഡിപ്രഷനിലേക്ക് പോകും. ഡെയിലി ഈ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്ത് നമ്മുടെ മനസ്സൊക്കെ ആകെ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരും. അപ്പം നമ്മൾ തന്നെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കേണ്ടത്. നമ്മളാണ് നമ്മളെ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കാൻ മറ്റാരുമില്ല എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാട്ടോ. എനിക്ക് ഇങ്ങനെയുള്ള സമയത്ത്, ഇങ്ങനെ മൂഡ് ഓഫ് ആവുന്ന സമയത്ത് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ആ മൈൻഡ് ഒന്ന് ഓക്കെ ആയതിനു ശേഷമായിരിക്കും ബാക്കി ജോലികളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മൂഡ് ചേഞ്ച് വരാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.